നമസ്കാരം. സുഭാഷിതം. ഉപകാരോപി നീചാനാമപകാരായ വർത്തതേ പയഃപാനം ഭുജംഗസ്യ കേവലം വിഷവർദ്ധനം. ദുർജനത്തിന് ഉപകാരം ചെയ്താൽ ഉപദ്രവമാണ് അനുഭവം. ഉപദ്രവം അനുഭവിക്കുന്നു. പാമ്പിന് പാല് കൊടുത്താൽ വിഷം വർദ്ധിക്കുന്നത് പോലെ എന്നാണ് ഉദാഹരണം. അപ്പോൾ ദുർജനം ആരാണ്? ദുർജനം ദുഷ്ടചിന്തയുള്ളവർ. ആ ദുർജനങ്ങൾക്ക് നമ്മൾ ഉപകാരം ചെയ്താൽ നമുക്ക് ഒരിക്കലും ഗുണമായിട്ട് മാറില്ല, അത് ഉപദ്രവമായിട്ടേ മാറുകയുള്ളൂ. അപ്പോൾ ഈ സുഭാഷിതം കേൾക്കുന്നവർക്ക്, അനുഭവങ്ങളുള്ളവർക്കുണ്ടെങ്കിൽ അതറിയാം. ഒരിക്കലും ദുർജനത്തെ നമ്മൾ സ്നേഹിക്കേണ്ട കാര്യമില്ല. അവരെ ഉപകാരം ചെയ്ത് അവരെ കുറച്ചുകൂടി ദുർജനത്തിൻ്റെ സ്വഭാവത്തിൽ നിന്ന് മാറ്റം ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കരുത്. ദുർജനമെന്നും ദുർജനമാണ്. മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും എല്ലാ തരത്തിലും കാഴ്ചപ്പാടിലൊക്കെ അവർ ദുർജനങ്ങൾ തന്നെ ആയിരിക്കും. കാരണം അവരുടെ മനസ്സിലുള്ളതെല്ലാം ദുഷ്പ്രവർത്തികളും ദുഷ്ചിന്തകളും ഒക്കെയാണ്. അതാണ് ദുർജനം എന്ന് പറയുന്നത്. അവരുടെ അല്പം പോലും ധാർമ്മികമായോ അവർക്ക് ജീവിക്കാൻ പറ്റില്ല, ധാർമ്മികമായി ജീവിക്കാൻ പറ്റില്ല. അവരിൽ നിന്ന് നന്മ കിട്ടില്ല, അവരിൽ നിന്ന് സത്യസന്ധത, നീതി, ഇതൊന്നും നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. അത്തരത്തിലുള്ള ആളുകളാണ് ദുർജനം എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് നമ്മൾ ഒരു കാരണവശാലും ഉപകാരം ചെയ്യരുത് എന്ന് സുഭാഷിതം സൂചിപ്പിക്കുകയാണ്. ഇവിടെ ഉദാഹരണം പറഞ്ഞിരിക്കുന്നത്, പാമ്പിന് പാല് കൊടുത്താൽ അതിൻ്റെ വിഷം വർദ്ധിക്കത്തേ ഉള്ളൂ. പാമ്പിന് പാല് കൊടുത്താൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? കൊടുക്കുന്ന കയ്യിൽ തന്നെ കൊത്തിയിരിക്കും. അതാണ് പാമ്പിൻ്റെ ഒരു പ്രത്യേകത. അതിന് വിഷം വർദ്ധിക്കും. പാമ്പിന് പാല് കൊടുക്കരുത് എന്നാണ് ഇവിടെ ഉദാഹരണ സഹിതം സൂചിപ്പിക്കുന്നത്. നമസ്തേ.